നമസ്കാരം. തെരഞ്ഞെടുപ്പ് രംഗത്ത് നിന്നുള്ള സമഗ്രമായ റിപ്പോർട്ടുകളുമായി 24 ഇലക്ഷൻ ആരംഭിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ICL FinCorp 24 ഇലക്ഷൻ സമർപ്പിക്കുന്നത് ICL FinCorp, the intelligent choice. Powered by Asset, responsibly yours. Plaza Premium Gold, the universe's finest ice cream. in association with Durashine Roof and Wall Sheets. ഒരു ടാറ്റ ബ്ലൂ സ്കോപ്പ് സ്റ്റീൽ ഉൽപ്പന്നം. ACCA CMA CA പഠിച്ച് ജയിക്കാനുള്ള ശരിയായ മാർഗം. എലാൻസ് 0% പണിക്കൂലി, 100% സന്തോഷം. അൽ മുക്തദിർ ജ്വല്ലറി ഗ്രൂപ്പ്, ഇന്ത്യ, UAE. നമ്മൾ ആദ്യം പോകുന്നത് അല്പസമയം മുൻപ് ഹൈക്കോടതിയിൽ നിന്ന് വന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിധിയിലേക്കാണ്. തൃപ്പൂണിത്തുറ നിയമസഭാ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് കേസിൽ MLA കെ ബാബുവിന് ആശ്വാസം. തെരഞ്ഞെടുപ്പ് ഫലം അസാധുവാക്കണമെന്നാവശ്യപ്പെട്ട് LDF സ്ഥാനാർത്ഥിയായിരുന്ന M സ്വരാജ് നൽകിയ ഹർജി ഹൈക്കോടതി തള്ളി. കെ ബാബു മതചിഹ്നം ഉപയോഗിച്ച് വോട്ട് തേടി എന്നായിരുന്നു M സ്വരാജിന്റെ പരാതി. ആരോപണം അടിസ്ഥാനരഹിതമെന്ന് തെളിഞ്ഞെന്നും ഇനിയെങ്കിലും അനാവശ്യ നിയമവ്യവഹാരങ്ങൾ ഒഴിവാക്കണമെന്നും കെ ബാബു പ്രതികരിച്ചു. വളരെ സന്തോഷം. ആ തെരഞ്ഞെടുപ്പ് വിധി അസാധുവാക്കണമെന്നും LDF സ്ഥാനാർത്ഥിയെ വിജയിയാക്കണമെന്ന് പ്രഖ്യാപിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് അവർ കേരള ഹൈക്കോടതിയെ സമീപിച്ചത്. ആ കേസ് ഇന്നിപ്പോൾ കോടതി വിധിയായി. വിധിയുടെ വിശദവിവരങ്ങൾ ഞാൻ അറിഞ്ഞിട്ടില്ല. എന്നായാലും അവരുടെ കേസ് തള്ളി ആ പ്രശ്നം അവസാനിച്ചിരിക്കുകയാണ്. ഇപ്പോൾ നീതിന്യായ കോടതിയിൽ നിന്ന് സത്യം കണ്ടെത്തിയിരിക്കുകയാണ്. ഇനിയെങ്കിലും ഈ അനാവശ്യ വ്യവഹാരങ്ങൾ അവസാനിപ്പിച്ച് കോടതി വിധിയും അതുപോലെ തന്നെ ജനങ്ങളുടെ വിധിയെഴുത്തും മാനിക്കാൻ ഇടതുപക്ഷ മുന്നണിയും ഇടതുപക്ഷ മുന്നണിയുടെ സ്ഥാനാർത്ഥിയും തയ്യാറാകണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. താൻ ഉന്നയിച്ച പരാതിയിൽ കഴമ്പുണ്ടെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്ഥിരീകരിച്ചിട്ടുള്ളതാണെന്ന് M സ്വരാജ് പറഞ്ഞു. ഹൈക്കോടതിയുടെ വിധി സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകും. വിശദാംശങ്ങൾ ലഭിച്ച ശേഷം തുടർ നടപടി സ്വീകരിക്കുമെന്നും M സ്വരാജ് പറഞ്ഞു. ഈ വിധി നമ്മുടെ സമൂഹത്തിൽ നൽകുന്ന തെറ്റായ സന്ദേശം ഓരോ പ്രദേശത്തെയും വിശ്വാസികളായ ജനങ്ങൾ അവർ ആരാധിക്കുന്ന ഈശ്വരമൂർത്തികൾ, സങ്കല്പങ്ങൾ, ആ ഈശ്വര സങ്കല്പങ്ങൾ, ആ ബിംബങ്ങൾ സ്ലിപ്പിൽ വരെ അച്ചടിച്ച് അത് വിതരണം ചെയ്താലും കുഴപ്പമൊന്നുമില്ല എന്ന തോന്നൽ ഈ വിധി സമൂഹത്തിൽ പകർന്നു നൽകും. ഇത് ഈ തെറ്റായ സന്ദേശം സമൂഹത്തിൽ പ്രചരിക്കപ്പെടുന്നത് ജനാധിപത്യത്തെ ദുർബലപ്പെടുത്തുന്നതാണ്. അത് ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്. വക്കീലുമായിട്ട് ആലോചിച്ചിട്ട് അപ്പീൽ ഉൾപ്പെടെയുള്ള തുടർ നിയമ നടപടികളെ കുറിച്ച് തീരുമാനിക്കും. വിധി എതിരായി വരുമ്പോൾ നമ്മൾ കോടതിയെ കുറിച്ച് വിമർശിക്കുന്ന ഉചിതവുമല്ല. പക്ഷെ വിധി വിചിത്രമായിട്ടുള്ള ഒരു കാര്യമാണ്. ശ്രീകാന്ത് വിശദാംശങ്ങളുമായി. ശ്രീകാന്ത്, നമുക്കറിയാം ഇതിനു മുൻപ് കെ ബാബു ഹൈക്കോടതിയെ തന്നെ ഒരു തടസ്സ ഹർജിയുമായി സമീപിച്ചിരുന്നു. അത് തള്ളിയിരുന്നു. പിന്നീട് സുപ്രീം കോടതിയിലേക്ക് അപ്പീൽ പോകുന്നു, അതും തള്ളിയിരുന്നു. കൂടാതെ ഈ ഹർജി നിലനിൽക്കുമെന്നുള്ള വാദമാണ് അന്ന് കോടതി ചൂണ്ടിക്കാട്ടിയത്. കൂടാതെ ഇപ്പോൾ സ്വരാജ് തന്നെ പറയുന്നത് പോലെ തെരഞ്ഞെടുപ്പ് കമ്മീഷനും തന്റെ പരാതി അംഗീകരിച്ചിട്ടുള്ളതാണ്, ശരിവച്ചിട്ടുള്ളതാണ് എന്നതാണ് അദ്ദേഹവും ചൂണ്ടിക്കാട്ടുന്നത്. പക്ഷേ ഇന്നിപ്പോൾ കോടതി പറയുന്നത് അടിസ്ഥാനപരമായി വേണ്ട തെളിവ് പോലും ഇതിലില്ല, ഒപ്പം സാക്ഷി മൊഴികളൊന്നും വിശ്വാസയോഗ്യമല്ല എന്ന് പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത് എന്താണ് ശ്രീകാന്ത്? തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുൻപാകെ ചുവരെഴുത്തുകളും സ്ലിപ്പുകളും മറ്റു കാര്യങ്ങളും M സ്വരാജിന് ഹാജരാക്കാൻ സാധിച്ചിരുന്നു എന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നിൽ തെളിയിച്ചതാണെന്നും അദ്ദേഹം പറയുന്നു. പക്ഷേ ഹൈക്കോടതിയിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ അദ്ദേഹത്തിന് അത് കോടതിയെ ബോധ്യപ്പെടുത്താൻ സാധിച്ചില്ല എന്ന് സിമ്പിളായി അതിനെ പറയാൻ പറ്റും. അത് കാരണം കോടതി നടത്തിയ ചില നിരീക്ഷണങ്ങൾ, ആ ഉത്തരവിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ചില നിരീക്ഷണങ്ങൾ ഇപ്രകാരമാണ്. അതായത് ഈ തൃപ്പൂണിത്തുറ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് M സ്വരാജ് പറഞ്ഞിട്ടുള്ള ആക്ഷേപങ്ങൾ അത് തെളിയിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല എന്ന് കോടതി നിരീക്ഷിക്കുന്നു. വോട്ടർമാർക്ക് സ്ലിപ്പ് നൽകി എന്നതിന് തെളിവില്ല എന്നുള്ളതാണ് കോടതി ചൂണ്ടിക്കാണിക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ വീഡിയോ തെളിവുകളോ മറ്റു കാര്യങ്ങളോ ഇല്ല എന്ന് കോടതി പറയുന്നു. സാക്ഷിമൊഴികൾ മാത്രമായി പരിഗണിക്കാൻ കഴിയില്ല എന്നാണ് കോടതി ചൂണ്ടിക്കാണിക്കുന്നത്. കാരണം സാക്ഷിമൊഴി സാധൂകരിക്കുന്ന തെളിവില്ല എന്ന് കോടതി ഇതിനോടൊപ്പം തന്നെ ചേർത്ത് പറയുന്നു. M സ്വരാജ് ഹാജരാക്കിയ സാക്ഷികൾക്ക് വിശ്വാസ്യതയില്ല എന്നുകൂടി കോടതി ഇതോടൊപ്പം ചേർത്ത് വെക്കുകയും ചെയ്യുന്നു. അതായത് ഈ കേസ് തള്ളാൻ തക്കതായ ഗ്രൗണ്ട് ഉണ്ട് എന്ന് മനസ്സിലാക്കി ബോധ്യപ്പെട്ട് അതിന്റെ അടിസ്ഥാനത്തിൽ തള്ളുന്നു എന്ന് തന്നെയാണ് കോടതി വ്യക്തമാക്കുന്നത്. M സ്വരാജിന് മേൽക്കോടതിയിലേക്ക് അപ്പീൽ പോകാനുള്ള എല്ലാ സാധ്യതകളും തുറന്നിടുകയും ചെയ്യുന്നുണ്ട്. കെ ബാബുവിന് തൽക്കാലം ആശ്വസിക്കാം.
തൃപ്പൂണിത്തുറ MLA ആയി കെ ബാബുവിന് തുടരാം. എം സ്വരാജിന് നിയമവഴിയിലേക്ക് വീണ്ടും മടങ്ങുകയും ചെയ്യാം. കോടതി നടത്തിയ നിരീക്ഷണങ്ങൾ എം സ്വരാജിനെ സംബന്ധിച്ചിടത്തോളം തിരിച്ചടി തന്നെയാണ് എന്ന് പറയാതിരിക്കാനാകില്ല. ഹാജരാക്കിയ തെളിവുകൾ, ഹാജരാക്കിയ സാക്ഷികൾ, ഉന്നയിച്ച ആക്ഷേപങ്ങൾ ഇതൊന്നും തന്നെ കോടതിയിൽ നിന്നില്ല എന്നാണ് ഈ നിരീക്ഷണങ്ങളിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. ഇതിലിപ്പോൾ ഈ തെളിവുകൾ എന്ന് പറയുമ്പോൾ ശ്രീകാന്ത്, സ്ലിപ്പുകൾ, അതിൽ സ്ഥാനാർത്ഥിയുടെ ചിത്രത്തോടൊപ്പം ശബരിമല അയ്യപ്പന്റെ ചിത്രം കൂടി വച്ച് ദുരുപയോഗം ചെയ്തു എന്നുള്ളതാണല്ലോ പരാതി. അത്തരം സ്ലിപ്പുകൾ അത് കൃത്രിമമായി ഉണ്ടാക്കിയതാണ്, ഒരു വീട്ടിലും അത്തരം സ്ലിപ്പുകൾ എത്തിയിട്ടില്ല എന്നൊക്കെ കെ ബാബു പറയുമ്പോൾ ഈ സ്ലിപ്പുകളൊക്കെ കൃത്യമായി തന്നെ തെളിവായി ഹാജരാക്കിയിരുന്നില്ലേ എം സ്വരാജ്? കെ ബാബുവിന്റെ തെരഞ്ഞെടുപ്പ് കൈകാര്യം ചെയ്തിരുന്ന ആളുകൾ, അവർ ഒരു ഫേസ്ബുക്ക് പേജ്, വാട്സപ്പ് ഗ്രൂപ്പ്, അങ്ങനെ നിരവധിയായ സോഷ്യൽ മീഡിയ സംവിധാനങ്ങൾ ഉപയോഗിച്ചിരുന്നു. ഇതിന്റെ സ്ക്രീൻഷോട്ടുകൾ, അതോടൊപ്പം തന്നെ വീടുകളിൽ ഇവർ നൽകിയെന്ന് പറയപ്പെടുന്ന സ്ലിപ്പുകൾ, ഇതെല്ലാം തന്നെ കോടതിയിൽ ഹാജരാക്കിയിരുന്നു. പക്ഷേ അപ്പോഴെല്ലാം കെ ബാബുവിന്റെ അഭിഭാഷകനും കെ ബാബുവും ഒക്കെ തന്നെ പറഞ്ഞിരുന്നത് അത് വ്യാജ നിർമ്മിതിയാണ്, LDF തങ്ങൾക്കെതിരായി വ്യാജമായി നിർമ്മിച്ചതാണ് എന്ന് കോടതി മുൻപാകെ പറയുകയുണ്ടായി. ഒപ്പം തന്നെ ഈ LDF ആക്ഷേപം ഉന്നയിച്ച, ഇത് വിതരണം ചെയ്തു എന്ന് പറഞ്ഞ ആളുകളെ കോടതി വിളിച്ചു വരുത്തി വിസ്തരിച്ചു. അവർ കെ ബാബുവിന് അനുകൂലമായി സാക്ഷിമൊഴി നൽകി. അതും കെ ബാബുവിന് അനുകൂലമായി മാറി എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതിനാൽ കൂടിയാണ് ഈ തെളിവുകൾ നിലനിൽക്കാതെ പോയത്. മാത്രമല്ല എം സ്വരാജ് ഹാജരാക്കിയ സാക്ഷികൾ അത് വിശ്വാസയോഗ്യമല്ല എന്നുകൂടി കോടതി പറയുന്നു. ഒപ്പം തന്നെ സാക്ഷിമൊഴി മാത്രം തെളിവായി സ്വീകരിക്കാനാകില്ല എന്നും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടുകയും ചെയ്യുന്നു. അതിനാൽ എം സ്വരാജിന് തിരിച്ചടി ഉണ്ടായി. സ്വാഭാവികമായും അദ്ദേഹത്തിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആദ്യഘട്ടത്തിൽ ഈ വിഷയം ചൂണ്ടിക്കാണിച്ചപ്പോൾ കർശന നടപടിയെടുത്തു എന്ന കാര്യം അദ്ദേഹം വാദിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ അത് മേൽക്കോടതിയിലേ ഇനി നിൽക്കാൻ പോകുന്നുള്ളൂ. കീഴ്ക്കോടതിയിൽ, ഈ ഹൈക്കോടതിയിൽ സിംഗിൾ ബെഞ്ച് അദ്ദേഹത്തിന്റെ വാദം തള്ളിയിരിക്കുന്നു. തൃപ്പൂണിത്തുറ തെരഞ്ഞെടുപ്പ് കേസിലാണ് കെ ബാബുവിന് ആശ്വാസമാകുന്ന വിധി ഹൈക്കോടതിയിൽ നിന്നുണ്ടാകുന്നത്. എം സ്വരാജിനെ സംബന്ധിച്ച് തിരിച്ചടിയാണ്, അദ്ദേഹത്തിന് തെളിവുകൾ ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. സാക്ഷിമൊഴികളുടെ മാത്രം അടിസ്ഥാനത്തിൽ അത്തരം നിഗമനത്തിലേക്ക് പോകാൻ വയ്യ എന്നുള്ള നിഗമനമാണ് കോടതി നടത്തിയത്. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത ഇന്ന് വരുന്നത്, വിഷുച്ചന്ത തുടങ്ങാൻ കൺസ്യൂമർ ഫെഡിന് അനുമതി നൽകി ഹൈക്കോടതി. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുമതി നിഷേധിച്ചതിനെതിരെ കൺസ്യൂമർ ഫെഡ് ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. ഉത്സവച്ചന്തകൾ വോട്ട് പിടിക്കാനാകരുതെന്ന് കോടതി നിർദ്ദേശിച്ചു. പെരുമാറ്റച്ചട്ട ലംഘനം ശ്രദ്ധയിൽപ്പെട്ടാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഇടപെടാമെന്നും കോടതി പറയുന്നു. ശ്രീകാന്ത് വിവരങ്ങളുമായി. ശ്രീകാന്ത്, സാധാരണക്കാരായ ആളുകളെ സംബന്ധിച്ച് വളരെ ആശ്വാസകരമായ ഒരു ഉത്തരവാണ് കോടതിയിൽ നിന്നുണ്ടായിരിക്കുന്നത്. പക്ഷേ ഇതിൽ കോടതി കൃത്യമായി തന്നെ ചില നിബന്ധനകൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ടല്ലോ, സർക്കാരിന് അത് തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കരുത് വോട്ട് നേടുന്നതിനായി എന്നതടക്കം. കൺസ്യൂമർ ഫെഡുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഏറ്റവും ആശ്വാസകരമായ ഒരു നടപടി ഹൈക്കോടതിയിൽ നിന്നും വന്നിരിക്കുന്നു. അതായത് വിഷുച്ചന്ത തുടങ്ങാനുള്ള അനുമതി ഇപ്പോൾ കൺസ്യൂമർ ഫെഡിന് നൽകിയിരിക്കുന്നു. സാധനങ്ങൾ തങ്ങൾ വാങ്ങിച്ചു കൂട്ടിയിട്ടുണ്ട് എന്ന് സർക്കാർ പറഞ്ഞതും അതോടൊപ്പം പൊതുജനങ്ങൾ നേരിടുന്ന ബുദ്ധിമുട്ടും കോടതി മുഖവിലക്കെടുത്തു എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതിനാലാണ് ഈ ഉത്തരവ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. അതേസമയം ചില നിബന്ധനകൾ കൂടി കോടതി വെച്ചിട്ടുണ്ട്. ഇത് ഏതെങ്കിലും തരത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഉപയോഗിക്കരുത്, ഇത് പബ്ലിസിറ്റിക്കായി ഉപയോഗപ്പെടുത്തരുത്. മറ്റൊന്നുകൂടി കോടതി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്, ഇതുമായി ബന്ധപ്പെട്ടൊരു പ്രചാരണവും പാടില്ല. ഏതെങ്കിലും തരത്തിൽ ഈ ചട്ടലംഘനം നടത്തിയാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഇടപെടാം എന്നുകൂടി കോടതി വ്യക്തമാക്കുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉത്തരവ് ഹൈക്കോടതി പരിഷ്കരിക്കുകയും ചെയ്തു. നേരത്തെ ഈ കേസ് പരിഗണിക്കുമ്പോൾ കോടതി പറഞ്ഞത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാദങ്ങളിൽ കഴമ്പുണ്ട് എന്നുള്ളതാണ്. ആളുകളുടെ ദയനീയാവസ്ഥ മുതലെടുത്ത് അത് വോട്ടാക്കി മാറ്റാൻ ശ്രമിക്കരുത് എന്നതടക്കം കോടതി പറയുകയും ചെയ്തു. ഈ സമയത്ത് തന്നെ ചന്ത തുടങ്ങാൻ ആലോചിച്ചത് അത് അസ്വാഭാവികതയുള്ളതാണ് എന്നും കോടതി പറയുകയുണ്ടായി. പക്ഷേ ഇതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ജനങ്ങളുടെ ബുദ്ധിമുട്ട് കോടതി കണ്ടിരിക്കുന്നു. വിഷുച്ചന്ത തുടങ്ങാൻ തീരുമാനിച്ചിരിക്കുന്നു. അതിന് കൃത്യമായ മാർഗനിർദ്ദേശവും കോടതി നൽകിയിരിക്കുന്നു. ഇതിൽ ഇന്നിപ്പോൾ കൺസ്യൂമർ ഫെഡ് മുന്നോട്ട് വച്ചിട്ടുള്ള ന്യായവാദങ്ങൾ എന്തൊക്കെയായിരുന്നു ശ്രീകാന്ത് കോടതിയിൽ? ഇതിനോടകം തന്നെ സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട്. 5 കോടി രൂപ ഇതിനോടകം ഇതിനായി അനുവദിച്ചും കഴിഞ്ഞു. ഒപ്പം ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടല്ല ഈ ചന്ത നിശ്ചയിച്ചത്, ഇത് നേരത്തെ തീരുമാനമെടുത്തതാണ്. എല്ലാ തവണയും ഇത് നടത്തിപ്പോരുന്നതാണ്. ഏതെങ്കിലും തരത്തിൽ
ഈ ചന്ത നടത്താൻ സാധിക്കാതെ വന്നാൽ, വിഷുചന്ത നടത്താൻ സാധിക്കാതെ വന്നാൽ അത് പൊതുജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടാകും. അവർക്കൊരു താങ്ങാകുന്നതിന് വേണ്ടിയാണ് ഈ വിഷുചന്ത നടത്തുന്നത് എന്നും സർക്കാർ തങ്ങളുടെ നിലപാട് മുന്നോട്ട് വയ്ക്കുകയുണ്ടായി. അത് കോടതിയെ ബോധ്യപ്പെടുത്താൻ അവർക്ക് സാധിച്ചു എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതാണ് അനുകൂലമായ ഉത്തരവ് നേടിയെടുക്കുന്നതിലേക്ക് നയിച്ചത്. ഇപ്പോൾ ഈ ഒരു നിബന്ധന എന്നുള്ളത് തന്നെ ഏറ്റവും പ്രധാനമായി കോടതി മുന്നോട്ട് വച്ചിട്ടുള്ളത്. അതായത് ഇത് തെരഞ്ഞെടുപ്പിൽ ഒരു വിഷയമാക്കി വോട്ട് നേടുന്നതിന് ഒരു ഉപാധിയാക്കി മാറ്റരുത്. അത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശം അല്ലെങ്കിൽ ഒരു കണ്ടീഷൻ എന്ന നിലയ്ക്ക് കോടതി മുന്നോട്ട് വച്ചിട്ടുള്ളത്. ശ്രീകാന്ത്, വിഷുചന്തയെ പറ്റി പ്രചാരണം പാടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് വോട്ട് തേടുമ്പോഴോ അല്ലെങ്കിൽ മാധ്യമങ്ങളിലൂടെയോ ഏതെങ്കിലും തരത്തിലോ ഈ വിഷുചന്തകളെ പറ്റി പ്രചാരണം നടത്തരുത്, പബ്ലിസിറ്റി പാടില്ല എന്നതാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സാധാരണഗതിയിൽ ഇത്തരം ചന്തകളൊക്കെ തുടങ്ങുമ്പോൾ സർക്കാരുകൾ വലിയ പ്രചരണം നൽകാറുണ്ട്, വലിയ തോതിൽ അത് തങ്ങൾക്ക് അനുകൂലമായി മാറ്റാൻ ശ്രമിക്കാറുണ്ട്. ഇക്കുറി അത് പാടില്ല എന്നാണ് ഇപ്പോൾ സർക്കാരിനോട് ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത്. തെരഞ്ഞെടുപ്പിൽ വോട്ട് പിടിക്കാൻ ഇത് ഉപയോഗപ്പെടുത്തരുതെന്നും ഇനി അഥവാ ചട്ടലംഘനം ഉണ്ടായാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉടനടി ഇടപെടാമെന്ന് കൂടി കോടതി പറയുന്നുണ്ട്. അതായത് കൃത്യമായി ജനങ്ങളിലേക്ക് സാധനങ്ങൾ എത്തണം, എന്നാൽ അത് നേട്ടമാക്കാൻ ഭരണകക്ഷിയെ അനുവദിക്കില്ല. അത് തന്നെയാണ് കോടതി ഉദ്ദേശിച്ചത്. വിഷുചന്തകൾ തുടങ്ങാനുള്ള അനുമതി കോടതി നൽകുമ്പോൾ തന്നെ അത് തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കാൻ പാടില്ല, വോട്ട് നേടാനുള്ള ഒരു ഉപാധിയാക്കി അതിനെ മാറ്റരുത് എന്ന കർശന ഉപാധിയോടെയാണ് കോടതി ഇതിന് അനുവാദം നൽകിയിട്ടുള്ളത്. അങ്ങനെ എന്തെങ്കിലും ഒരു പരാതി ഉണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കോടതിയെ സമീപിക്കാമെന്ന് കൂടി കോടതി ചൂണ്ടിക്കാട്ടുന്നു. തിരികെ 24 ഇലക്ഷനിലേക്ക് വിഷുചന്ത തുടങ്ങാൻ കൺസ്യൂമർ ഫെഡിന് ഹൈക്കോടതി അനുമതി നൽകിയിട്ടുണ്ട്. ഈ വിഷയത്തിൽ എന്താണ് സർക്കാരിന്റെ പ്രതികരണം? മന്ത്രി വി എൻ വാസവനൊപ്പം ഞങ്ങളുടെ പ്രതിനിധി ടോബി ജോൺസൺ ഉണ്ട്. ടോബി, മന്ത്രിക്ക് എന്താണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്? ഒരു ആശ്വാസമാണ് എന്തായാലും സർക്കാരിന് ലഭിച്ചിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിന്റെ ഘട്ടമായതുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇങ്ങനെ ഒരു നീക്കം തടഞ്ഞത്. എന്തായാലും വിഷുചന്തകൾ തുടങ്ങാനുള്ള ഈ ഒരു കോടതിയുടെ ഒരു നിർദ്ദേശം, ഒരു അനുമതി, അത് ആശ്വാസം പകരുന്നത് തന്നെയാണെന്നാണ് സർക്കാരും കരുതുന്നത്. എന്തായാലും മന്ത്രി വി എൻ വാസവൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. എങ്ങനെയാണ് ഈ ഒരു വിധിയെ നോക്കിക്കാണുന്നത്? ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ വിധി സ്വാഗതം ചെയ്തു. മുമ്പും തെരഞ്ഞെടുപ്പ് കാലഘട്ടങ്ങളിൽ ഉത്സവ സീസണിലെ ചന്ത നടത്തുന്നതിന് കമ്മീഷൻ അനുമതി തന്നിരുന്നു. 2019 2021 കേരളത്തിൽ ഉത്സവ ചന്തകൾ നടത്തുന്നതിന് വേണ്ടി അനുമതി ചോദിച്ചപ്പോൾ അന്നത്തെ ഇലക്ഷൻ കമ്മീഷൻ ഈ 2 ഘട്ടങ്ങളിലും തരികയുണ്ടായി. കാരണം ഇതൊരു പുതിയ കാര്യമല്ല. എല്ലാ വർഷങ്ങളിലും കൺസ്യൂമർ ഫെഡിൻ്റെ നേതൃത്വത്തിൽ ഉത്സവ സീസണിൽ ചന്തകൾ നടത്താറുണ്ട്. അത് ഓണത്തിനുണ്ട്, ക്രിസ്മസിനുണ്ട്, ഈസ്റ്ററിനുണ്ട്, റംസാനുണ്ട്, വിഷുവിനുണ്ട്. അപ്പോൾ ഈ ഘട്ടങ്ങളിലെല്ലാം എല്ലാ വർഷങ്ങളിലും നടത്തി വരുന്ന ചന്ത ഒരു പുതിയ കാര്യമല്ല. ബഡ്ജറ്റിൽ അതിന് പ്രൊവിഷനുണ്ട്. ഒപ്പം ഈ കാര്യത്തെ സംബന്ധിച്ചോളം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് കൺസ്യൂമർ ഫെഡ് തീരുമാനമെടുത്തതാണ്. അപ്പോൾ ഒരു പുതിയ കാര്യമായിട്ടല്ല വന്നത്. അപ്പം അതുകൊണ്ടാണ് ഞങ്ങൾ ഈ കാര്യത്തിൽ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയെ സമീപിച്ചത്. ഇലക്ഷൻ കമ്മീഷൻ്റെ ഉത്തരവിനെതിരെ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഈ കാര്യം കൃത്യമായി മനസ്സിലാക്കി ഏതായാലും നീതിബോധത്തോടെ അക്കാര്യത്തിലൊരു വിധി ഞങ്ങൾക്ക് അനുകൂലമായി തന്നു. അത് ഏറെ സ്വാഗതാർഹമാണ്. ജനങ്ങൾക്കൊരു ആശ്വാസമാണ്. അതാണ് ഇത്. ഞങ്ങൾക്ക് മറ്റേതാ തരത്തിൽ പറഞ്ഞാലും വിലക്കയറ്റം രൂക്ഷമായി വരുന്ന ഘട്ടത്തിൽ 13 ഇനങ്ങൾക്ക് കഴിഞ്ഞ 7 വർഷമായി മര്യാദ വിലയ്ക്ക് ഈ സാധനങ്ങൾ കൊടുക്കുകയാണ്. ഒരു 40% വരെ ഓപ്പൺ മാർക്കറ്റിൽ കിട്ടുന്നതിനേക്കാൾ വില കുറച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഉപഭോക്താക്കൾക്ക് ഏറെ ആശ്വാസം പകരുന്ന കാര്യമാണ് എന്നുള്ള കാര്യം ബഹുമാനപ്പെട്ട കോടതി അത് മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾക്ക് അനുകൂലമായി ചില ഉപാധികൾ വെച്ചിട്ടുണ്ട് കോടതി. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഇത് ഉപയോഗിക്കരുത്, അങ്ങനെ വന്നാൽ നടപടികളിലേക്ക് പോകും. ഇല്ല, കൃത്യമായി ഒരു തടസ്സമില്ല. നമ്മളിത് തെരഞ്ഞെടുപ്പ് കാര്യത്തിൽ ഉദ്ഘാടനങ്ങൾ വയ്ക്കാറില്ല. ഇത് സംബന്ധിച്ച് മറ്റ് പരസ്യങ്ങളൊന്നും കൊടുക്കാറില്ല. വാങ്ങാൻ വരുന്ന ആളുകൾക്ക് കൃത്യമായി മര്യാദ വിലയ്ക്ക് ഈ സാധനങ്ങൾ കൊടുക്കുന്നു. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും ഈ ചന്തകളുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഉന്നയിക്കാറില്ല, അതിലിടപെടാറില്ല. അതിൽ രാഷ്ട്രീയ പാർട്ടികളാരും ഉണ്ടാവാറില്ല. ജീവനക്കാരാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി വെച്ചിട്ടുള്ള ഉപാധികളൊക്കെ തന്നെ മാനിച്ചുകൊണ്ട് തന്നെ ഈ ഉത്സവ ചന്ത നടത്താൻ ആവശ്യമായ ക്രമീകരണം ഇന്ന് തന്നെ തുടങ്ങും. ഇനി ദിവസങ്ങൾ 3 ദിവസം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരുക്കങ്ങൾ എങ്ങനെയാണ്? അതിനുവേണ്ട നടപടികളൊക്കെ എത്രയും വേഗം തന്നെ ഉണ്ടാവും? അല്ല, ഇത് ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ ഇതിനാവശ്യമായ സാധനങ്ങൾ വാങ്ങുന്നതിന് വേണ്ടിയുള്ള കൊട്ടേഷൻ ക്ഷണിച്ചിരുന്നു. സാധാരണ രീതിയിൽ ഇത് പർച്ചേസ് ചെയ്യുന്നത് മുഴുവൻ നേരിട്ട് പോയി പർച്ചേസ് ചെയ്യല്ല.
അത് പരസ്യമായി കൊട്ടേഷൻ ക്ഷണിച്ചുകൊണ്ട് ആ കൊട്ടേഷൻ്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് തരുന്ന ആളുകളുടെ നോക്കിയാണ് ഇത് വാങ്ങുക. ആ പ്രക്രിയ ഫെബ്രുവരി മാസത്തിൽ നടന്നിരുന്നു. ഇലക്ഷൻ കമ്മീഷൻ ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് ആ പ്രോസസ്സ് മുഴുവൻ പൂർത്തീകരിച്ചതാണ്. അപ്പോൾ സാധനങ്ങളെല്ലാം ഈ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം കരാറാക്കി വെച്ചിരുന്നു. അതുകൊണ്ട് സാധനങ്ങൾ എടുക്കാൻ വേണ്ടി ഒരു കാലതാമസത്തിൻ്റെ പ്രശ്നമില്ല. ബഹുമാനപ്പെട്ട കോടതി ഇന്ന് ഈ ഉത്തരവ് തന്നതിനെ തുടർന്ന് ഇന്ന് തന്നെ മാർക്കറ്റ് ആരംഭിക്കാൻ കഴിയുന്ന രൂപത്തിൽ സാധനങ്ങൾ എത്തി എല്ലാ സ്ഥലത്തും നിരക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇതിനകത്ത് ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞിട്ടുള്ള എല്ലാ ഉപാധികളോടും കൂടി തന്നെ കൃത്യമായി നടപ്പാക്കാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യും. എന്തായാലും ആശ്വാസകരമായ വാർത്തയാണ്. ജനങ്ങൾക്കും സർക്കാരിനും ഒരുപോലെ ആശ്വാസമായിട്ടുള്ള ഒരു നടപടിയാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് വന്നത്. എത്രയും വേഗം ഈ ചന്തകൾ തുടങ്ങാനുള്ള നടപടികൾ ഉണ്ടാകും. അതിനും ഫെബ്രുവരിയിൽ തന്നെ അത് തുടങ്ങിയിരുന്നു. എന്തായാലും തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് ഇത് കൊണ്ടുവരാതെ നല്ല രീതിയിൽ തന്നെ ചന്ത നടത്താൻ സാധിക്കുമെന്നുള്ള ഒരു ആത്മവിശ്വാസം തന്നെയാണ് മന്ത്രി നമ്മളോട് പങ്കുവച്ചത്. ഹൈക്കോടതി വിധിയെ സ്വാഗതം ചെയ്യുന്നു മന്ത്രി വി എൻ വാസവൻ. ഒപ്പം ഇതിൽ എല്ലാ ഉപാധികളും കൃത്യമായി തന്നെ പാലിക്കും എന്നും മന്ത്രി വ്യക്തമാക്കുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, മാസപ്പടി കേസിൽ കരിമണൽ കമ്പനിയായ CMRLന്റെ പ്രതിനിധികൾ EDയുടെ ചോദ്യം ചെയ്യലിന് എത്തിയില്ല. കമ്പനിയുടെ ഫിനാൻസ് ചുമതലയുള്ളയാൾ ഇന്ന് ഹാജരാകണമെന്നാവശ്യപ്പെട്ട് ED ഇന്നലെ നോട്ടീസ് നൽകിയിരുന്നു. വിനീത VG വിവരങ്ങളുമായി. വിനീത, ഹാജരാകാനാകില്ല എന്ന തരത്തിലേക്ക് എന്തെങ്കിലും അറിയിപ്പ് ഇവർ നൽകിയതായി അറിയാമോ? അനുജ, ED വൃത്തങ്ങളിൽ നിന്നും നമുക്കിപ്പോൾ ലഭ്യമാവുന്ന വിവരമനുസരിച്ച് ഇനിയും ഹാജരാകാൻ കഴിയില്ല എന്നുൾപ്പെടെയുള്ള അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വിവരം ഇന്ന് തന്നെ ഇവർ EDയെ അറിയിച്ചിട്ടില്ല. EDയുടെ നിർദ്ദേശമനുസരിച്ച് ഇന്ന് രാവിലെ ആവശ്യപ്പെട്ട രേഖകൾ ഉൾപ്പെടെയായി ഹാജരാകണമെന്നായിരുന്നു ED നൽകിയിരിക്കുന്ന സമൻസിൽ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഫിനാൻസ് വിഭാഗത്തിലെ ഉദ്യോഗസ്ഥനായിരുന്നു കഴിഞ്ഞ ദിവസം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നോട്ടീസ് നൽകിയത്. തുടർന്ന് ഇന്ന് രാവിലെ തന്നെ കൊച്ചിയിലെ ED ഓഫീസിൽ എത്തണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഈ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ചുകൊണ്ടുള്ള ചില രേഖകളും ഇന്ന് എത്തുമ്പോൾ ഹാജരാക്കണമെന്നാണ് ആവശ്യപ്പെട്ടിരുന്നത്. പക്ഷേ ഇതുവരെയായും ഇനിയും ആ പ്രതിനിധികൾ CMRLന്റെ പ്രതിനിധികളോ ഉദ്യോഗസ്ഥരോ ഒന്നും തന്നെ കൊച്ചിയിലെ ED ഓഫീസിലേക്ക് എത്തിയിട്ടില്ല. ഹാജരാവാൻ കഴിയില്ലെന്ന് ഇനിയും അറിയിച്ചിട്ടില്ല എന്നാണ് ED വൃത്തങ്ങളും പറയുന്നത്. എക്സാലോജിക്കുമൊപ്പം തന്നെ CMRLും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകളെ കുറിച്ചാണ് ഈ ഘട്ടത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷിക്കുന്നത്. അതായത് ചെയ്യാത്ത സേവനത്തിന് 1,72,00,000 രൂപ ഈ എക്സാലോജിക്കിന് CMRL നിന്നും ലഭിച്ചതുൾപ്പെടെയുള്ള ചില വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ആദായ നികുതി വകുപ്പിന്റേതായിട്ടുള്ള റിപ്പോർട്ടുകളും വന്നിരുന്നു. ഈ ഒപ്പം ഇതിന്റെ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ കേസുമായി ED ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. മാസപ്പടി കേസിൽ ഇന്ന് ഹാജരാകണമെന്ന് CMRL പ്രതിനിധിക്ക് ED നിർദ്ദേശം നൽകിയിരുന്നു. പക്ഷേ അവർ ഹാജരായിട്ടില്ല എന്ന വിവരമാണ് വിനീത നൽകിയത്. വീണ്ടും 24 ഇലക്ഷനിലേക്ക്. ഡൽഹി മദ്യനയ അഴിമതി കേസിൽ BRS നേതാവ് K കവിതയെ CBI അറസ്റ്റ് ചെയ്തു. കേസിൽ ED അറസ്റ്റ് ചെയ്തതിനെ തുടർന്ന് ജയിലിൽ കഴിയവെയാണ് CBIയും കവിതയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട റൌസ് അവന്യൂ കോടതിയെ സമീപിക്കും. R രാധാകൃഷ്ണൻ വിവരങ്ങളുമായി. ആർക്കെ, ഇപ്പോൾ എന്താണ് CBIയുടെ നടപടി? ഇനിയിപ്പോൾ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യുക എന്നൊക്കെയുള്ള കാര്യത്തിലേക്ക് അവർ കടക്കുമെന്നാണോ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായിട്ടും അനുജ, അങ്ങനെ തന്നെ വേണം മനസ്സിലാക്കാൻ. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടികളെല്ലാം ഇതിനകം ിട്ടുണ്ട്. റൌസ് അവന്യൂ കോടതിയിൽ റിമാൻഡ് റിപ്പോർട്ട് ഫയൽ ചെയ്തിട്ടുണ്ട്. ഈ വിഷയത്തിൽ CBI പറയുന്നത് K കവിതയ്ക്ക് കുറ്റകരമായിട്ടുള്ള പങ്ക് ഈ കേസന്വേഷണത്തിൽ വ്യക്തമായി എന്നുള്ളതാണ്. അതുകൊണ്ട് കൂടുതൽ വിവരങ്ങൾ തേടേണ്ടതും ഇതുമായി ബന്ധപ്പെട്ടുള്ള തെളിവുകൾ ശേഖരിക്കേണ്ടതും അനിവാര്യമാണ്. K കവിത കസ്റ്റഡിയിൽ ചോദ്യം ചെയ്താൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് അവരെ കസ്റ്റഡിയിൽ ലഭിക്കണം എന്ന ആവശ്യം കൂടിയായിരിക്കും കോടതിയിൽ CBI അവതരിപ്പിക്കുക. ഏതായാലും അറസ്റ്റ് നടപടികൾ പൂർത്തിയായിട്ടുണ്ട്. അനുജ, മദ്യനയ അഴിമതി കേസിൽ CBI K കവിതയെ അറസ്റ്റ് ചെയ്തു. 24 ഇലക്ഷൻ അവസാനിക്കുന്നു.